കോന്നി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൂട്ട അവധിയെടുത്ത സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം. MLA KU ജനീഷ് കുമാറിനെതിരെ CPI രംഗത്ത് വന്നു. റവന്യൂ വകുപ്പിൽ എന്തോ കുഴപ്പം നടക്കുന്നതായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ MLA ശ്രമിക്കുന്നതായി CPI പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥൻ പറഞ്ഞു. MLA തഹസിൽദാരുടെ ചെയറിലിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അധികാരമുള്ള ചെയറാണ് തഹസിൽദാരുടെ ചെയർ എന്ന് പറയുന്നത്. അവിടെ ഒരു നിയമസഭ MLA എന്ന നിലയിൽ അദ്ദേഹം കയറിയിരുന്നത് ശരിയോ, അവിടെ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുത്തി പരിശോധിച്ച് ശരിയോ എന്ന കാര്യം അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് MLA ആണ് അഭിപ്രായം പറയേണ്ടത്. അതൊരു അപക്വമായ നിലപാടായി പോയി എന്നാണ് CPIയുടെ അഭിപ്രായം. എവിടെ റവന്യൂ വകുപ്പും ഗവൺമെൻറ്റും എന്തോ വലിയ തരത്തിലുള്ള വകുപ്പിൽ കുഴപ്പം നടക്കുന്നതെന്ന് ചിത്രീകരിക്കത്തക്ക തരത്തിലുള്ള ഒരു വിഷയമായിട്ടാണ് MLAയുടെ ആ ഒരു സമീപനത്തിലൂടെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. ആ വകുപ്പിൽ ഒട്ടനവധിയായ കാര്യങ്ങൾ ചെയ്യുകയാണ് സഖാവ് K. രാജൻ എന്ന മന്ത്രി. അപ്പം അങ്ങനെ പ്രാപ്തിയോടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു വകുപ്പിനകത്ത് ഇതിനകത്ത് ഇതെല്ലാം കുഴപ്പങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നതിനാണ് MLA ഇന്നലെ നടത്തിയ സമീപനത്തിലൂടെ അത് ഇട നൽകിയിട്ടുള്ളത്. വിഷയത്തിൽ ADMനെതിരെ MLA രംഗത്ത് വന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായി ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ വിനോദയാത്രയ്ക്ക് പോയത് പാറമട ഉടമയുടെ വാഹനത്തിലാണെന്നും MLA ആരോപിച്ചു. മന്ത്രി 5 ദിവസമാണ് സമയം കൊടുത്തിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതിന് സമയമുണ്ട്. 5 ദിവസം കാത്തിരിക്കുക, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ആരുടെയെങ്കിലുമൊക്കെ ഇതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി എന്നിട്ട് അന്വേഷിക്കാൻ വിട്ടവൻ അന്വേഷിച്ചത് ഇതല്ല, MLAക്ക് ഇതിൻ്റെ പ്രിവിലേജ് ഉണ്ടോ എന്നാണ്. അത് ഞാൻ അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാം പുറത്ത് വിട്ടു. ആ വീഡിയോയിൽ അതിൻ്റെ ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോസിൽ കണ്ട ബസ് കോന്നിയിലെ ഒരു കോറി മുതലാളിയുടെ ബസ്സാണ്. തഹസിൽദാർ രാവിലെ മീഡിയയോട് പ്രതികരിക്കുന്നതും ഞാൻ കേട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ 2 ദിവസം ശനിയും ഞായറും പ്ലാൻ ചെയ്തതാണ്. വണ്ടിയുടെ അഭാവം കാരണമാണ് ഞങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ചയും കൂടി എടുത്തത്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കാശും മറിച്ച് ശമ്പളവും വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടി, ആരുടെ വണ്ടി? പാറമട മുതലാളിയുടെ വണ്ടി. അത് കർശനമായി പരിശോധിച്ച് ഏതറ്റം വരെയും പോവും. അഭിമാനം പണയപ്പെടുത്തി ജനപ്രതിനിധിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതറ്റം വരെയും പോവും. ഈ നെറുകേടിനെതിരെ ഏതറ്റം വരെയും പോയി പ്രതികരിക്കുമ്പോൾ ഒരു സംശയവുമില്ല. നമ്മുടെ മന്ത്രി ഈ കാര്യത്തിലെല്ലാം ആർജവത്തോടെ നിലപാടെടുത്തിട്ടുണ്ട്. എനിക്ക് മന്ത്രിയിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം കോന്നിയിൽ പതിറ്റാണ്ടുകളായി പരിഹരിക്കാവുന്ന ധാരാളം റവന്യൂ ഇഷ്യൂസിൽ അദ്ദേഹത്തിൻ്റെ ചടുലമായ ഇടപെടൽ മൂലം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉല്ലാസയാത്ര പോയവരിൽ അവധിക്ക് അപേക്ഷ നൽകിയവരും നൽകാത്തവരുമുണ്ട്. തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും അടങ്ങുന്ന സംഘത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണനാണ് ചേരുന്നത്. ശശി, ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവധിക്ക് പോയ വിവാദം മറ്റ് രാഷ്ട്രീയ തർക്കങ്ങളിലേക്കൊക്കെ കൂടി നീങ്ങുകയാണ്. രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രതികരണം പക്ഷേ MLAക്ക് എതിരായിട്ടുമാണ് വന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CPIയുടെ പ്രസ്താവനയിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥനാണ് ഈ MLAക്കെതിരെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. കാരണം CPI ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ട അവധിയുമായി ബന്ധപ്പെട്ട് MLA എടുത്ത നിലപാട് ശരിയല്ല എന്നുള്ള രീതിയിലാണ്. അതിന് പ്രധാനപ്പെട്ട അവർ പറയുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ, അത് പാർട്ടി അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി CPIയുടെ വകുപ്പായ
റവന്യൂ വകുപ്പിലും എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നതായി വരുത്തി തീർക്കാൻ MLA ശ്രമിക്കുന്നതായുള്ള ആരോപണമാണ് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥൻ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ കടുത്ത അമർഷം കൂടി രേഖപ്പെടുത്തുന്നത്. കാരണം ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും MLA നടത്തിയ പ്രസ്താവന, MLA ഇന്നലെ ഓഫീസിലെത്തി ഈ പരിശോധന നടത്തിയതൊക്കെ ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് MLA ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ശക്തമായ രീതിയിൽ തന്നെയാണ്. കാരണം റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങളിൽ ഈ ഇന്നലെ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് MLA പറഞ്ഞത്. അത് പ്രധാനമായും ADM-ന്റെ നേതൃത്വത്തിലാണ് ഇതിന് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ADM ഇക്കാര്യത്തിൽ തന്നോടൊരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. ADM വന്നതിന് ശേഷം MLAക്ക് എന്ത് അധികാരമാണ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ മറ്റു ഉദ്യോഗസ്ഥരോട് ചോദിച്ചതായുള്ള വിവരം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് MLA കടുത്ത അമർഷം രേഖപ്പെടുത്തിയത്. അതിൽ രോഷാകുലനാവുകയും ചെയ്തു. ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിൽ ജനപ്രതിനിധികൾ ചെല്ലുന്നതിനുമുള്ള ചട്ടങ്ങൾ എത്തുന്നതിനും എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളുടെ വിഷയമായി ഇടപെടുന്നതിനൊക്കെ സർക്കാരിന്റെ സർക്കുലർ തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ താൻ ചെയ്തത് തെറ്റായ നടപടിയല്ല എന്ന ഒരു കാര്യം കൂടിയാണ് MLA പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇന്നലെ ഇവര് ലീവെടുത്ത് വിനോദയാത്രയ്ക്ക് പോയത് കോന്നിയിലെ ഒരു പാറമട മുതലാളിയുടെ വാഹനത്തിലാണ്. അതും പ്രവൃത്തി ദിവസമാണ് പോയത്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ശക്തമായ രീതിയിൽ തന്നെ നിയമ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കത്തക്ക തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് MLA വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രി ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ പാർട്ടിയുടെ ചില ആളുകൾ ഇക്കാര്യത്തിൽ CPIക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടുള്ള CPIയുടെ വഹിക്കുന്ന ഈ വകുപ്പിനെതിരെയുള്ള ഒരു കടന്നുകയറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ജോയിന്റ് കൗൺസിലിന്റെ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ CPI സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും റവന്യൂ വകുപ്പില് ഇത്തരത്തിൽ റവന്യൂ വകുപ്പിലെ താലൂക്ക് ഓഫീസ് നടത്തിയ പരിശോധന രാഷ്ട്രീയപരമായ ഒരു മാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും CPIയുടെ ഈ പ്രശ്നം നമ്മൾ MLAയോട് ചോദിച്ചപ്പോൾ അതിൽ പ്രതികരിക്കാനില്ലെന്നാണ് MLA വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾക്ക് സഹായം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ പ്രവൃത്തി ദിവസം അവധിയെടുത്ത് പോയ ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ ഓഫീസുമായി നടക്കുന്നതായി സൂചനകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി MLA പറയുന്നു. ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതറ്റം വരെ പോകുമെന്നും ജനീഷ് കുമാർ MLA ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കോന്നിയിൽ ഇതിന് രാഷ്ട്രീയപരമായുള്ള ചില മാനങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കിരൺ, ശശി, MLAയുടെ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് കേൾപ്പിച്ചിരുന്നു. അതിലടക്കം പുള്ളി ഏറ്റവും അവസാനം പറയുന്നത് ഈ വാഹനം ഒരു പാറമട മുതലാളിയുടെ വാഹനമാണ്. ഈ വാഹനം എങ്ങനെ ഈ താലൂക്കിലെ ഉദ്യോഗസ്ഥർ കിട്ടി? സാധാരണഗതിയിൽ ഇത്തരം പാറമടകൾക്ക് ലൈസൻസ് നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ ഇത്തരം ഒരു മുതലാളിയുടെ വാഹനം എടുത്ത് അത് സൗജന്യമായിട്ടാണോ അതോ ഇനി മറ്റേതെങ്കിലും തരത്തിലാണോ? അങ്ങനെ ഗൗരവമായ ഒരു ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. കിരൺ, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ പാറമട മുതലാളിയുടെ വാഹനം ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് വലിയ ആരോപണമായി തന്നെ MLA ഉന്നയിക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. ശനിയും ഞായറുമാണ് ഇവർ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഉടമയുടെ താല്പര്യപ്രകാരമാണ് വെള്ളിയാഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥരെല്ലാം പോകുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രവൃത്തി ദിവസം മാറ്റിവെച്ചുകൊണ്ട് 39 ജീവനക്കാർ, അതിൽ 21 പേരോളം ഈ പറഞ്ഞ യാത്ര അവധിയെടുക്കാതെയും അവധി നൽകിയും ഒക്കെ പോയിട്ടുള്ളവരുണ്ട്. അത്തരത്തിൽ വലിയ കുഴപ്പം ഓഫീസിൽ കാണിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് പോയതിന് ഒരു ദുരൂഹത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രമക്കേട് നടന്ന രീതിയിൽ തന്നെയാണ് MLA ഉന്നയിക്കുന്നത്. എന്തായാലും അക്കാര്യം കൂടി പരിശോധിക്കും. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് MLA ഉള്ളത്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച്, CPIയെ സംബന്ധിച്ച് വലിയ ഒരു ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. CPM-ന്റെ വകുപ്പ് കൂടിയാണ് റവന്യൂ വകുപ്പ്. ആ വകുപ്പിൽ MLA നടത്തിയത് MLAക്ക് ഏകപക്ഷീയമായ ഒരു നിലപാട് MLA CPM-മായി നിൽക്കുന്ന ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെ അതിന്റെ പ്രതി നിലയ്ക്ക് തന്നെ MLA ഇത് ചെയ്തത് CPI-യോടുള്ള ഒരു CPI ഭരിക്കുന്ന വകുപ്പിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് CPIക്കുള്ളത്. അതെന്തായാലും സംസ്ഥാന കമ്മിറ്റി ഇടതുമുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ഇത് ഉന്നയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കിരൺ, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തയുടെ തന്നെ മറ്റു ചില വിശദാംശങ്ങളിലേക്ക്. കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധിയിൽ എല്ലാ സാഹചര്യവും പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 36 പേർ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അവധി എടുത്തതിന്റെ കാരണം കൃത്യമായി പരിശോധിക്കും. വിശദ റിപ്പോർട്ട് കിട്ടണമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിൻ്റെതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു.
വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഗൗരവവും അറിഞ്ഞതിന് ശേഷവും മാത്രമാണ്. സാധാരണ നിലയിൽ സർക്കാർ ജീവനക്കാർക്ക് അവധിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഔദ്യോഗികമായി KSR അംഗീകരിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കേണ്ടി വരും. അതിനെ അപ്പുറത്ത് കടക്കുന്ന വിധത്തിൽ കൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും നോക്കേണ്ടി വരും. നേരിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകാതെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും വിവരമറിഞ്ഞ ഉടനെ സർക്കാർ ആക്ഷനിലേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധാരണ നിലയിൽ ലഭ്യമാകേണ്ട ഒരു കാലതാമസത്തിന് വേണ്ടി മാത്രമേ കാത്തിരിക്കൂ. ഈ ആളുകളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇന്നലെ തന്നെ ഞാനതിൽ പൊതുസമൂഹത്തിനോട് ഒരു മന്ത്രി എത്രമാത്രം വിനീതമായി നിൽക്കാമോ ആ നിലവാരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും കുറവുണ്ടോ എന്ന് നല്ലതുപോലെ പരിശോധിക്കും. അതാണ് ഞാൻ പറയുന്നത്. വിശദാംശങ്ങളെല്ലാം പരിശോധിക്കാനാണ് അന്വേഷണം. ഈ സമരത്തിന് പോകുമ്പോൾ അവധിയെടുക്കുന്ന അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളതാണ്. ഒരു വിഷയത്തെ വിവാദമാക്കുമ്പോൾ വിവാദത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇടവരുന്നു. നേരത്തെ കൂട്ടായി അവധിയെടുത്തിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണ നിലയിൽ നാട്ടിൽ പല വിധത്തിലുള്ള സമരങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബാധകമാകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഗൗരവം, അത് കൂടുതൽ താഴത്തോട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങൾ ഇത് പരിശോധിക്കുന്നു. അത് മാത്രമേ ഇതിനായിട്ട് പറയാനുള്ളൂ. ഇതാണ് കേരളത്തിൽ ഈ കാലത്ത് നമ്മൾ ഏറ്റവും വലിയ സംഭവം എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ കൃത്യവിലോപം ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൃത്യത നടത്തുന്നതിൽ സർക്കാരിൻ്റെ പിന്തുണ, കൃത്യവിലോപത്തിന് സർക്കാരിൻ്റെ സമരം പോലെ ഇതിനെ കാണാൻ പറ്റുമോ? അത്രയും ഒരുമിച്ച് കാണാനാവില്ല. ഞാൻ പറഞ്ഞത് ലീവ് ബുദ്ധിമുട്ടുകളുണ്ടായതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ലീവ് എടുക്കാൻ KSR അനുസരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകൾക്ക് എടുക്കാം. എന്നാൽ സംഘടിതമായി പ്രവൃത്തി ദിവസങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദയാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായിട്ടുള്ള കരാറാണ്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുണ്ടാകും. പക്ഷേ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാനാകുള്ളൂ. ഒരു ബ്ലാങ്കായി ഏതെങ്കിലും വിഷയത്തിൽ ഒരു സമീപനം എടുക്കണം സർക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് CPM-ൽ നിന്നാണ്. CPM-ൽ P. ജയരാജനും EP ജയരാജനും തമ്മിലുള്ള തർക്കത്തിൻ്റെ വിഷയം കൂടിയാണ്. EP ജയരാജനെതിരെ P. ജയരാജൻ ഉന്നയിച്ച പരാതിയിൽ P. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവും കൂടി എന്ന നിലയ്ക്ക് കേന്ദ്ര നേതൃത്വത്തെ ഈ വിഷയം അറിയിക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. EP ജയരാജൻ തിരിച്ചും ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് വ്യാജ ആരോപണങ്ങളാണ്, തന്നെ മനഃപൂർവ്വമുള്ള ഗൂഢാലോചന ഈ ആരോപണത്തിന് പിന്നിലുണ്ട്. ഇക്കാര്യത്തിലെല്ലാം നേരത്തെ തന്നെ താൻ വിശദീകരണം നൽകിയതാണ്. ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റാവും ഏത് തരത്തിലുള്ള പരിശോധന നടത്തണം എന്ന് തീരുമാനിക്കുക. എന്നാൽ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി പറയുന്നത് ഇങ്ങനെ പാർട്ടിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല, ഇതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്, അത്തരമൊരു പ്രശ്നമേ പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്ന് പൂർണ്ണമായും അദ്ദേഹം ഇതെല്ലാം നിഷേധിക്കുകയാണ്. ഒരന്വേഷണമില്ല. നിങ്ങളല്ലേ നിരന്തരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നിങ്ങൾക്ക് എന്തെന്നാ ചർച്ച നടത്തിക്കൂടാതെന്ന് നിങ്ങൾ തന്നെ വാർത്തയുണ്ടാക്കുക. നിങ്ങൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ചർച്ച നടത്തുക. ആ ചർച്ചക്കൊന്നും വശംവദമാവാൻ പാർട്ടിയില്ല കേട്ടോ. നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കോ. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. ഒരന്വേഷണമില്ല. പാലക്കാടും സമാനമായ രീതിയിലേക്ക് ചില പരിശോധനകൾ നടക്കുകയാണ്. പാലക്കാട്ടെ CPM-ലെ ചില വിഭാഗീയ സംബന്ധിച്ച പ്രശ്നങ്ങളും മറ്റ് അശ്ലീല സന്ദേശം പാർട്ടി ഗ്രൂപ്പിലേക്ക് അയച്ച സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വിഭാഗീയ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചർച്ചയാണ് നടക്കുന്നത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കമ്മീഷൻ അംഗം ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുശ്ശേരി, ചെർപ്പുളശ്ശേരി, വടക്കഞ്ചേരി ഏരിയകളിൽ നടന്ന വിഭാഗീയതകളിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തേക്കും എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അശ്ലീല സന്ദേശം അയച്ചത് സംബന്ധിച്ച വിവാദവും യോഗം പരിശോധിച്ചിരുന്നു. അങ്കമാലിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ പ്രതിഷേധവുമായി എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എപ്പോൾ എവിടെ വെച്ചായിരുന്നു ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്? പോലീസുകാർ മുൻകൂട്ടി ഈ പ്രതിഷേധം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? കിരൺ, ഇന്ന് രാവിലെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് സമ്മിറ്റുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി അങ്കമാലിയിലെത്തിയത്.
ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. കരിങ്കൊടി പ്രതിഷേധമാണ് നടന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത്. കനത്ത പോലീസ് സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിരുന്നുവെങ്കിലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥ പ്രതിഷേധക്കാരെ നീക്കിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് സഞ്ചരിക്കാൻ സാധിച്ചത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാഹനം കുറച്ചു നേരം അവിടെ നിർത്തിയിടേണ്ട സാഹചര്യം പോലും ഉണ്ടായി. വലിയ പ്രതിഷേധമാണ് അങ്കമാലിയിൽ ഉണ്ടായത്. സുരക്ഷാ പ്രവർത്തകരുടെ പോലീസിന്റെയും കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ ഇവർ മുദ്രാവാക്യം വിളിച്ച് വാഹനത്തിലേക്ക് അടുത്തേക്ക് വരികയും ചെയ്തു. ഇവരെ പോലീസ് തടഞ്ഞു നിർത്തി അതിനുശേഷം അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കിരൺ. ശരി, സുവിശാദനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. KSRTCയിൽ ശമ്പളം നൽകാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച്. TDFന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ബാരിക്കേഡിന്റെ മുകളിൽ കയറി ജീവനക്കാർ പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദകുമാർ, പ്രതിഷേധം ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? കിരൺ, എന്തായാലും പ്രതിഷേധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പോലീസ് സംയമനത്തോട് നിൽക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർ പോലീസിന് നേരെ ഒരു ആക്രമണമൊന്നും അഴിച്ചുവിടാൻ ഇതുവരെയും അവർ നടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രകോപനവും പ്രതിഷേധക്കാർ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ അവർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഈ KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ സമരം ശക്തമാക്കിയിട്ടുള്ളത്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇത്തരത്തിൽ 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകാൻ സർക്കാരിനോ KSRTCക്കോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇത്തരത്തിൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ സിംഗിൾ ഡ്യൂട്ടി അവസാനിപ്പിക്കുക, ഷിഫ്റ്റ് കമ്പനി പിൻവലിക്കുക, അതോടൊപ്പം തന്നെ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ സംഘടനയായ TDFന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. സ്ത്രീകളടക്കം 100 കണക്കിന് തൊഴിലാളികൾ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ വച്ച് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മാർച്ച് വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ തന്നെ തീരുമാനം. കിരൺ. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂമോണിയ ബാധിച്ച ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറ്റാനും തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാറ്റാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ ബോർഡ് അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ കുടുംബവും കോൺഗ്രസ് പാർട്ടി നേതൃത്വവുമായി ചേർന്ന് ആ തീരുമാനമെടുത്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു. കോൺഗ്രസ് അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാവിലെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചത്. ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സയുടെ മുഴുവൻ ചെലവും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് AICC സജ്ജമാക്കിയ ചാർട്ടേഡ് വിമാനത്തിലാകും ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് മാറ്റുകയെന്നാണ് വിവരം. പാർട്ടി പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. അദ്ദേഹത്തെ ഞാൻ കുടുംബാംഗങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവരെന്തായാലും നാളെ ബാംഗ്ലൂരിലേക്ക് ചികിത്സക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്.
AICC തന്നെ അതിൻ്റെ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും രേഖകൾ വരെ ഇതിനായി കെട്ടിച്ചമച്ചെന്നും മകൻ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തുന്നവരുടെ ഉദ്ദേശം താൻ വൈകാതെ വെളിപ്പെടുത്തുമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് ശരിയല്ല. എല്ലാ റെക്കോർഡ്സും, ഇതുവരെ ഉള്ള ട്രീറ്റ്മെന്റിന്റെ എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തതെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. യാതൊരു സംശയവും വേണ്ട. ഞാനത് എല്ലാവരെയും, എൻ്റെ ലീഡർഷിപ്പിനെ മൊത്തം ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലീഡർഷിപ്പിന് ഉത്തമമായ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലീഡർഷിപ്പിന് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജർമ്മനി കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറെടുത്തത്. നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ രോഗവിവരം തേടി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും സന്ദർശകർക്ക് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. റബ്ബർ താങ്ങുവിലയ്ക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പകുതി തുക പോലും ചെലവഴിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നെല്ലിന്റെ താങ്ങുവില സർക്കാർ നൽകുന്നില്ല. കുട്ടനാട് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന രീതിയിലാണ് AC റോഡിന്റെ നിർമ്മാണമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴേക്കും റബ്ബറിന്റെ വില വീണ്ടും താഴേക്ക് പോയി. 2021-22 നിങ്ങൾ അറിയണം, 500 കോടി രൂപ മാറ്റിവെച്ചിട്ട് ഗവൺമെന്റ് അതിൽ നിന്ന് ചെലവാക്കിയത് 50 കോടി രൂപ മാത്രമാണ്. 2022-23 സർക്കാർ ചെലവാക്കിയത് 240 കോടി രൂപ മാത്രമാണ്. എന്നിട്ടാണ് 500 കോടിക്ക് 50 രൂപയും രണ്ടാമത്തെ 500 കോടി രൂപയ്ക്ക് 240 കോടി രൂപയും പകുതി പോലും ചെലവാക്കാത്തവരാണ് ജനങ്ങളെ പറ്റിക്കാൻ ഇത് 600 കോടിയാക്കിയെന്ന് ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി. നെൽ കർഷകരുടെ ഉപജീവന മാർഗം അത് മാത്രമാണ്. അവർ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പാടശേഖരങ്ങളിൽ വിയർപ്പൊഴുക്കി അവരുണ്ടാക്കുന്ന ഈ അധ്വാനത്തിന്റെ ഫലം അതിന് ന്യായമായ വില കിട്ടുന്നില്ല. വിറ്റാൽ പോലും 17% ഈർപ്പമുണ്ട് എന്ന് പറഞ്ഞ് കട്ടിയെടുത്താണ് അതെടുക്കുന്നത്. അതിന്റെ വില പോലും കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ആകെ നടക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ വികസനം മാത്രമാണ്. ആ റോഡിന്റെ വികസനം തന്നെ കുട്ടനാടിന്റെ പാരിസ്ഥിതിക സന്തുലനത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. കുട്ടനാട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ഹരികുമാറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ അന്വേഷണം പോരാ എന്ന കുടുംബത്തിന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമീപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി മുഖ്യമന്ത്രി തന്നെയല്ലേ, പോലീസിന്റെ തലവനല്ലേ. അത് അവരുടെ ഒരു നിയമപരമായ അവകാശമല്ലേ. ആ അവകാശത്തിന് അവർക്ക് നീതി കിട്ടാൻ അവർ ചെയ്യുന്ന നിയമപോരാട്ടമാണത്. അത് നമ്മൾ സഹതാപപൂർണമായ അനുകമ്പയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. വനംവകുപ്പ് അവർ സ്വാഭാവികമായിട്ടും അവർ ഉത്തരവാദിയല്ല എന്നല്ലേ പറയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുമോ? അപ്പോൾ നമ്മൾ പ്രധാനമായി ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇതൊരു ക്രൈമാണ്. പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ ക്രൈമാണ്. ആ ക്രൈമിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇനിയിപ്പം മുഖ്യമന്ത്രിയെ സമീപിച്ച് DGP സമീപിച്ച് വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ അത് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തെ വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. അമ്പുകുത്തിയിൽ കെണിയിൽ കുടുങ്ങി ചത്ത കടുവയെ ആദ്യം കണ്ടത് ഹരികുമാറായിരുന്നു. ഹരികുമാറാണ് ഈ വിവരം വനംവകുപ്പിനെ അടക്കം അറിയിച്ചത്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഹരികുമാറിനെ ഈ കടുവ ചത്തവുമായി ബന്ധപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്നും മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിരുന്നുള്ള ആരോപണമാണ് വീട്ടുകാരും നാട്ടുകാരും പ്രധാനമായും ഉന്നയിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം സംബന്ധിച്ച് പരാതികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച ഗതാഗത മന്ത്രി. ഫെബ്രുവരി 14 കൊച്ചിയിലാണ് യോഗം നടക്കുന്നത്. അതിനിടെ കൊച്ചി നഗരത്തിൽ വാഹന പരിശോധന ശക്തമാക്കി പോലീസ്. സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചതിന് പിന്നാലെയാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.
225 കോടി രൂപ മുടക്കിയാണ് 721 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ ക്യാമറയിലൂടെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നവരെയും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവരെയും അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളെല്ലാം ഓടുകൂടിയാണ് ഇത് ഒരുക്കിയത്. പക്ഷേ ഇപ്പോഴും അത് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. പ്രധാന തടസ്സമായി പറയുന്നത് മന്ത്രിസഭയുടെ തീരുമാനമുണ്ടായെങ്കിൽ മാത്രമേ ഈ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്നാണ്. വർഷം ഒന്നാകാറായി ഈ ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ട്. റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് പതിവായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇതുവരെയും മിഴി തുറന്നിട്ടില്ല. സ്വകാര്യ ബസിന്റെ അമിതവേഗം മൂലം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ബൈക്ക് യാത്രികന്റെ ജീവൻ പൊലിഞ്ഞത്. സമാനമായി നിരവധി വാഹന അപകടങ്ങൾ നടന്നിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോഴും ഉറക്കത്തിലാണ്. കെൽട്രോൺ നേരിട്ട് സ്ഥാപിച്ച AI ക്യാമറകളിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടില്ലാത്തതിനാൽ പിഴ ഈടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും മന്ത്രിസഭാ യോഗവും പരിഗണിച്ചില്ല. വളരെ കർശനമാക്കിയത് കൊണ്ടാണ്, കർശനമാക്കുന്നു എന്നുള്ള പരാതിയും വളരെയധികം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും അപകടങ്ങൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുന്നതോടുകൂടി ഇത്തരം അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാനും അവയ്ക്കെതിരെ നടപടികൾ കർശനമാക്കാനും കഴിയും. അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയുമുള്ള നടപടി വളരെ കർശനമായിരിക്കും. കർശനമായ നടപടികൾ എടുക്കുന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നതല്ല. ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പുമായി ക്യാമറകൾ ബന്ധിപ്പിക്കുന്നതിനും അനുബന്ധ ജോലികൾ പൂർത്തിയാക്കുന്നതിനും കാലതാമസം നേരിട്ടിരുന്നു. എന്നാൽ കെൽട്രോൺ തന്നെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുകയും സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തുകയും ചെയ്തു. പിന്നീട് കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പൂർത്തിയാക്കേണ്ട പരിശോധനകൾ വൈകിയതും തിരിച്ചടിയായി. 725 ഗതാഗത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി 235 കോടി രൂപയാണ് സേഫ് കേരള പദ്ധതി വഴി ചെലവഴിച്ചത്. കൂടാതെ 30 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് ഓരോ ക്യാമറയും സ്ഥാപിച്ചത്. ദിനംപ്രതി 100 കണക്കിന് വാഹന അപകടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റോഡ് സുരക്ഷയ്ക്ക് വർഷാന്തം കോടികൾ ചെലവാക്കിയിട്ടും കാര്യക്ഷമമായി ഈ നാട്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിയമലംഘനങ്ങൾ ഇനിയും എത്രനാൾ ഈ ക്യാമറകൾ നോക്കി നിൽക്കും? ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ കിടുക്കാച്ചി പ്രകടനമടക്കമുള്ള വാർത്തകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സ്പിന്നർമാർ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര എറിഞ്ഞിട്ട നാഗ്പൂരിലെ പിച്ചിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ 400 റൺസാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എൽദോ പോൾ ചേരുന്നുണ്ട്. എങ്ങനെയാണ് എൽദോ, നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സമനില അല്ലെങ്കിൽ വിജയം ഉറപ്പാണെന്ന് പറയാനാവൂ? ഇന്ത്യ ഏറെക്കുറെ വിജയത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് നമുക്ക് കരുതണം കിരൺ. കാരണം ഈ നാഗ്പൂരിലെ പിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ ഏറ്റവും പ്രധാനം അത് സ്പിന്നിനെ തുണയ്ക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യൻ വാലറ്റും ആ സ്പിന്നിനെ കൃത്യമായി നേരിട്ടു. ടോഡ് മർഫി എന്ന ഓസ്ട്രേലിയൻ സ്പിന്നർ 7 വിക്കറ്റ് നേടുമ്പോൾ പോലും ഇന്ത്യയുടെ അക്സർ പട്ടേൽ അർദ്ധ സെഞ്ചുറി നേടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച രോഹിത് ശർമ്മയ്ക്ക് ശേഷം അക്സർ പട്ടേലാണ് രണ്ടാമത്തെ മികച്ച ടോപ്പ് സ്കോററായി മാറുന്നത്. ഒപ്പം രവീന്ദ്ര ജഡേജയും ഏറ്റവും മികച്ച പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കുന്നു. ഏറ്റവും രസകരം, ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയയ്ക്കും ആദ്യ വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഇതിനോടകം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ആർ അശ്വിനാണ് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖവാജയെ പുറത്താക്കിയത്. അങ്ങനെ മത്സരം 3-ാം ദിനത്തിൽ മാത്രം എത്തിയിട്ടേയുള്ളൂ. ഈ 3-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടുള്ള മേധാവിത്വം. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ 400 റൺസ് എടുത്ത് ഇന്ത്യ പുറത്താകുമ്പോൾ 223 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ്. അതായത് 177 റൺസിന് പുറത്തായ ഓസ്ട്രേലിയക്കെതിരെ ഇത്രമാത്രം മികച്ചൊരു ലീഡ് കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും 4-ാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ത്യ പരമാവധി കുറച്ചു കൊണ്ടുവന്നു എന്നാണ് ഏറ്റവും പറയേണ്ടത്. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്താൻ 3-0 3-1 ഈ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കണം. അതിനുള്ള കൃത്യമായിട്ടുള്ള ചവിട്ടുപടിയാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെക്കുന്നത്. എന്തുകൊണ്ട് കുൽദീപ് യാദവിന് പകരം അക്സർ പട്ടേലിനെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ള തീരുമാനത്തെ ന്യായീകരിക്കും വിധം ബാറ്റ് കൊണ്ട് അക്സർ പട്ടേൽ അതിന് മറുപടി നൽകി. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ വിധത്തിലും ഇന്ത്യ മേധാവിത്വം നിലനിർത്തുന്നു. ഒരുപക്ഷെ ഇന്നത്തെ മത്സരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സ്റ്റംപ്സ് എടുക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്കൊപ്പം ജയം നിന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ദിവസത്തിൽ തന്നെ ഒരുപക്ഷെ മത്സരം ചുരുട്ടിക്കെട്ടാനുള്ള സാഹചര്യം പോലും നിലവിൽ ഇന്ത്യക്കുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ, പ്രത്യേകിച്ചും ലബുഷെയ്ൻ പോലുള്ള താരങ്ങൾ ഫോമിലേക്ക് എത്തിയാൽ, സ്റ്റീവൻ സ്മിത്ത് അല്പം ക്ഷമയോടെ പിടിച്ചു നിന്നാൽ സ്വാഭാവികമായും മത്സരം വീണ്ടും നീണ്ടുപോകാം. പക്ഷേ നിലവിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ത്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് നാഗ്പൂരിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി ഓസ്ട്രേലിയയുടെ ശ്രമം അതൊരു സമനില പിടിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്?
ഓസ്ട്രേലിയക്ക് സമനില പിടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. ഈ പിച്ചിൽ പ്രത്യേകിച്ചും അശ്വിൻ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഈ റിസ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിന് പകരം അക്സർ പട്ടേൽ പോലും ഫോമിലേക്ക് എത്തുന്നു. രവീന്ദ്ര ജഡേജ തിരിച്ചു വരവ് ഗംഭീരമാക്കുകയാണ് ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ, ആദ്യ ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സമനിലയിലേക്ക് ഓസ്ട്രേലിയ എത്തണമെങ്കിൽ ലെബുഷെയ്നും സ്റ്റീവൻ സ്മിത്തും ഒരു നിർണായകമായിട്ടുള്ള കൂട്ടുകെട്ട് സ്ഥാപിക്കേണ്ടി വരും. ആ കൂട്ടുകെട്ട് നിലനിന്നാൽ മാത്രമേ ഓസ്ട്രേലിയക്ക് ഒരു സമനില സാധ്യതയുള്ളൂ. വിജയം അത് വിദൂരമാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെ സാധിച്ചെടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ സംഘമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോഴും പ്രതീക്ഷ ഇന്ത്യക്ക് തന്നെയാണ്. മേൽക്കൈയും വ്യക്തമായും ഇന്ത്യക്ക് തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മുറിച്ചു മാറ്റാൻ ഭഗവതിയും യക്ഷിയും അനുവാദം നൽകിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതോടെ ആലപ്പുഴ ദേശീയപാതയ്ക്ക് ഒത്ത നടുവിൽ നിൽക്കുന്ന ഒറ്റപ്പന ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മുറിക്കാനുള്ള തീരുമാനത്തിലെത്തി. കുരുട്ടൂർ ക്ഷേത്രോത്സവം കൊടിയിറങ്ങുന്നതുവരെ പന മുറിച്ചു മാറ്റണമെന്ന വിശ്വാസികളുടെ ആവശ്യം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയായിരുന്നു. തീരദേശ ഗ്രാമമായ തോട്ടപ്പള്ളിക്കടുത്താണ് ദേശീയപാതയ്ക്ക് ഒത്ത നടുവിൽ ഏറെ ഉയരമുള്ള ഈ ഒറ്റപ്പന. പട്ടുപുടവ ചുറ്റി പൂമാലയണിഞ്ഞു നിൽക്കുന്ന ഈ പന ആരിലും കൗതുകമുണർത്തും. അതിനേക്കാൾ കൗതുകകരമാണ് പനയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും. അപ്പോൾ എവിടെയാണോ ഒരു ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുന്നത് അവിടെ ഈ ലോകത്ത് ഏത് ക്ഷേത്രത്തിലും അതിനോടനുബന്ധിച്ച് ഒരു പന ഉണ്ടാകും. അതുപോലെ തന്നെ യക്ഷിയമ്മ ഈ ദേവിയുടെ തോഴിയായി അവിടെ നിവസിക്കുമെന്നാണ് ചരിത്രം, ഐതിഹ്യം അങ്ങനെയാണ്. അങ്ങനെ ഇവിടെയും യക്ഷിയമ്മ രൗദ്രരൂപിണിയല്ല, ശാന്തസ്വരൂപിണിയായി ഭദ്രകാളിയോടൊപ്പം സഹവസിക്കുന്നുണ്ട്. പന മുറിക്കണമെങ്കിൽ കുരുട്ടൂർ ക്ഷേത്രത്തിന്റെ കൊടി ഇറങ്ങണം. ഭഗവതിയായ ഭദ്രകാളിയുടെ ഒറ്റ തോഴിയാണ് പനയിൽ വാഴുന്ന ശാന്തസ്വരൂപിണിയായ യക്ഷി. പന മുറിക്കാൻ ഭഗവതിയോട് മാത്രമല്ല പക്ഷിമൃഗാദികളോടും അനുവാദം തേടണം. അതിനായി സമയം അനുവദിക്കണമെന്ന വ്യത്യസ്തമായ അഭ്യർത്ഥനയുമായി തീരദേശ ഗ്രാമം ഒന്നടങ്കം സർക്കാരിന് മുന്നിലേക്ക് വന്നു. പാതാവികസനത്തിന്റെ ഭാഗമായി ചുറ്റുമുള്ള ഓരോ മരവും പിഴുതുമാറ്റപ്പെട്ടപ്പോഴും ഒറ്റപ്പന തലയെടുപ്പോടെ നിന്നു. ഇപ്പോൾ ഇതാ ഗ്രാമത്തിനായി ദേശീയപാത അതോറിറ്റി അനുവദിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 ദിവസത്തിനകം എപ്പോഴും അവർ വന്ന് വെട്ടും. വെട്ടുന്നതിന് ഇനി തടസ്സമില്ല. കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ഇത് വെട്ടും. അതിന് നമ്മളും അനുവാദം കൊടുത്ത്, നാട്ടുകാരും അനുവാദം കൊടുത്ത്, ദൈവപക്ഷത്തുനിന്നും അനുവാദം കൊടുത്ത്, ഇതിന്റെ ഒരു കുഴപ്പമില്ല. ഉത്സവം കൊടിയിറങ്ങി. ഒരു പ്രദേശത്തിന് വ്യക്തിത്വമുണ്ടാക്കിക്കൊടുത്ത ഒറ്റപ്പനയുടെ ആയുസ് ഇനി 10 നാൾ മാത്രം. കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കൊടിയിറങ്ങി. ഐതിഹ്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ അപ്പുറം ഒരു നാടിന്റെ ലാൻഡ്മാർക്കായിരുന്ന ഒറ്റപ്പന ഇനി ദിവസങ്ങൾക്കകം ഓർമ്മകളായി മാറും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശേഖരൻ നായർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം മാതൃഭൂമി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. കൊച്ചിയിൽ സ്പായിലെ ജോലിക്കായി എത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. മസാജിംഗ് എന്ന പേരിൽ പെൺവാണിഭമാണ് സ്ഥാപനത്തിൽ നടക്കുന്നതെന്ന് യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഓയിലെക്സിലെ പരസ്യം കണ്ടാണ് തൃശൂർ സ്വദേശിനിയായ യുവതി ഇടപ്പള്ളിയിലെ സ്പാ സെന്ററിൽ ജോലിക്ക് അപേക്ഷിച്ചത്. ശമ്പളം നിശ്ചയിച്ച് ജോലിക്ക് കയറിയെങ്കിലും സ്ഥാപനത്തിലെ സാഹചര്യം സ്പാ നടത്തിപ്പിന്റേതായിരുന്നില്ല എന്ന് യുവതി പറയുന്നു. ഇവിടെ ഉൾച്ചലിനുള്ള ഒരു ആയുർവേദത്തിന്റെ ഒരു പ്രോഡക്റ്റ് പോലും ആ കമ്പനിയിൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ല. അവിടെയുള്ള സാധനം എന്ന് വെച്ചാൽ ടവലുണ്ട്, പിന്നെ ഇഷ്ടംമാതിരി കോണ്ടമുണ്ട്, വേറെ ഒന്നുമില്ല. ഈ വലിയ സ്ഥാപനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവര് നടത്തുന്നത് അവിടെ സെക്സ് ആണ്. സ്പാ സെന്ററിലെ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാൻ എന്ന വ്യാജേന സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ഒരാൾ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളെ അറിയിച്ച് പോലീസിനെ വരുത്തിയാണ് രക്ഷപ്പെട്ടത്. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ നിന്റെ മെയിൻ ആയിട്ടുള്ള 2 പാർട്സ് കവർ ചെയ്തിട്ട് കുളിച്ച് റെഡിയായിട്ട് നീ എന്നെ വിളിച്ചാൽ മതി, അപ്പം ഞാൻ കയറി വരാം, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് ഭയങ്കര നെർവസ് ആണ് പറഞ്ഞപ്പോൾ ആള്
എന്നെ പിന്നെയും അതിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ചേട്ടന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, ഞാനിവിടെ കുടുങ്ങിക്കിടക്കുക, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയും പിന്നെ ചേട്ടനും കൂടെ പെട്ടെന്ന് വന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞ് പോലീസിനൊക്കെ വിളിച്ച് പോലീസ് എല്ലാ സ്ഥലത്തുനിന്നും വന്നു. അങ്ങനെ ആളെ കൊണ്ടുപോയി. യുവതിയുടെ പരാതിയിൽ സ്ഥലത്തെത്തിയ പോലീസ് ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തു. സ്ഥാപനത്തിലെത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ഇടപ്പള്ളിക്കൊപ്പം നഗരത്തിൽ 8 ഇടത്തുകൂടി സ്ഥാപനത്തിന് ശാഖകൾ ഉണ്ട്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മാത്തൂരിൽ ഒട്ടകത്തിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 6 പേരെ കോട്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂർ സ്വദേശിയായ മണികണ്ഠൻ, മധ്യപ്രദേശ് സ്വദേശിയായ ശ്യാം ഷിൻഡെ, കിഷോർ ജോഗി, മാത്തൂർ സ്വദേശികളായ അബ്ദുൽ കരീം, സെയ്ദു മുഹമ്മദ്, ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. മാത്തൂർ തെരുവത്ത് പള്ളി നേർച്ചയിൽ സവാരിക്കായി കൊണ്ടുവന്ന ഒട്ടകത്തെ വാഹനത്തിൽ കയറ്റുന്നതിനിടയിലാണ് വടികൊണ്ട് തലക്കടിച്ചത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനുമതിയില്ലാതെയാണ് ഒട്ടകത്തെ കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. അർബുദ രോഗബാധിതനായ 25 വയസ്സുകാരൻ ചികിത്സയ്ക്കായി നാടിന്റെ കാരുണ്യം തേടുകയാണ്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി കുളപ്പുറം സ്വദേശി മിഥുൻ മനോജ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ മിഥുന് 25 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തണം. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായ 25 വയസ്സുകാരനാണ് ശ്വാസകോശ അർബുദത്തെ തുടർന്ന് RCCയിൽ ചികിത്സയിൽ കഴിയുന്നത്. നിർധന കുടുംബത്തെ കരകയറ്റാനായി വിദേശത്ത് ജോലിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മിഥുന് അർബുദം സ്ഥിരീകരിച്ചത്. ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് ഡോക്ടർമാർ ഉറപ്പു പറയുന്നു. പക്ഷേ 25 ലക്ഷത്തോളം രൂപയാണ് ആകെ ചെലവാകുക. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഉദാരമതികളായ ആളുകളുടെ സഹായം, സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. അതിനുവേണ്ടി ഗൂഗിൾ പേ അക്കൗണ്ട് അടക്കം അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ലഭിക്കുന്ന സഹായത്തിലൂടെ മിഥുൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ചികിത്സ നടത്താൻ പര്യാപ്തമായ തുക സമാഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് മുന്നോട്ട് പോവുകയാണ്. MLA ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നാടൊന്നാകെ മിഥുനായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കൂവപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ചികിത്സാ സഹായം തേടുകയാണ്. ഞായറാഴ്ച ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും പ്രാദേശികമായി വീടുകളിലെത്തിയും സഹായ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മിഥുന്റെ പിതാവ്. ന്യൂസ് 18 കോട്ടയം. ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികരിക്കാതെ അധികാരികൾ. മെഡിക്കൽ കോളേജിലെ 50ഓളം വിദ്യാർത്ഥികൾ രാത്രിയിലാണ് സമരം തുടരുന്നത്. ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും തുറക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. മെഡിക്കൽ കോളേജ് ഇൻഡിപെൻഡന്റ് യൂണിയന്റെ പ്രതിഷേധ സമരം പ്രിൻസിപ്പലിന്റെ ക്യാബിന് മുന്നിലാണ്. പകലും രാത്രിയും ഒരുപോലെ ലൈബ്രറിയിൽ ഇരിക്കാൻ അനുമതി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. പഠിപ്പ് മുടക്കിയിട്ടുള്ള സമരമല്ല, പഠിച്ചുകൊണ്ടുള്ള സമരം തന്നെയാണ്. പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 7ാമത്തെ ദിവസത്താണ് സമരം നടക്കുന്നത്. പക്ഷേ ഇന്നേ വരെയായിട്ടും ഒരു പ്രതികരണവും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു മാർഗം വരുന്നവരെ ഒരു മറുപടി വരുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഏകദേശം ഇപ്പോൾ 4 ബാച്ച് സ്റ്റുഡൻസിന് എക്സാമാണ്, PGസിന് എക്സാമാണ്. നമ്മുടെ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ റൂമിൽ ഏകദേശം 6 പെൺകുട്ടികളാണ് നിൽക്കുന്നത്. ഉള്ള സ്റ്റഡി ഹാൾ കൂടിയും ഹോസ്റ്റൽ റൂംസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഓപ്പൺ റീഡിംഗ് റൂം വേണമെന്ന് ആവശ്യപ്പെട്ടത്. രാത്രിയിലും ലൈബ്രറി തുറക്കണമെന്നാവശ്യപ്പെട്ട് ഒരാഴ്ച മുമ്പ് വിദ്യാർത്ഥികൾ സൂചനാ സമരം നടത്തിയിരുന്നു. ലൈബ്രറിയിൽ ഇരുന്നായിരുന്നു സൂചനാ സമരം. മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റുകൾ ദുരുപയോഗം ചെയ്ത് മരുന്ന് വാങ്ങുന്നതായി പരാതി. മാസങ്ങളായി തുടരുന്ന തട്ടിപ്പിനായി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് സൂചന. വ്യാജ പേരിൽ OP ടിക്കറ്റ് എടുത്ത ശേഷം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാനെത്തിയ ആളെ കഴിഞ്ഞ ദിവസം കൈയോടെ പിടികൂടിയെങ്കിലും ബലപ്രയോഗത്തിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് വ്യാജപേരിൽ OP ടിക്കറ്റ് എടുത്ത ഒരു സംഘം മരുന്ന് കരസ്ഥമാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. OPയിൽ നിറയെ രോഗികൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് സംഘം തട്ടിപ്പിനെത്തുന്നത്. ഇവർ വ്യാജപേരിൽ കൗണ്ടറിൽ നിന്നും OP ടിക്കറ്റ് കരസ്ഥമാക്കും. തുടർന്ന് ഡോക്ടർമാരെ കാണാനെന്ന വ്യാജേന രോഗികളിരിക്കുന്ന ഭാഗത്തേക്ക് മാറിയ ശേഷം ഇവിടെ നിന്നും മുങ്ങും. പിന്നീട് ഇതേ OP ടിക്കറ്റിൽ ഇവർ തന്നെ ചില മരുന്നുകൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പണമടച്ച് മരുന്ന് കരസ്ഥമാക്കിയാണ് ഇവർ മടങ്ങുക. ലഹരിക്കായോ ലഹരിയോടൊപ്പം ഉപയോഗിക്കുന്നതിനായോ ആണ് ഇത്തരത്തിൽ മരുന്ന് ശേഖരിക്കുന്നതെന്നാണ് സംശയം.
മറ്റ് ഡ്രഗ്സ് മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വോമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് എംസെറ്റും ഫിനഗാനും ഇതിൻ്റെ കൂട്ടത്തിൽ കുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിക്കുന്നതാണ് ആൾക്കാർ എന്താണേലും. കാരണം പണ്ട് നേരത്തെ സർജറിക്കൊക്കെ ചെയ്തപ്പോൾ ഫിനഗാൻ പെത്തഡീൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഫിനഗാനാണ് മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 28-ാം തീയതി കഴിഞ്ഞ ജനുവരിയിൽ വന്നേക്കുന്നതിൻ്റെ അപ്പം അന്ന് എല്ലാം കിട്ടുന്നുണ്ട്. പിള്ളേരുടെ പടം സഹിതമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് കിട്ടുകയാണെങ്കിൽ സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഇതുപോലെ തന്നെ വന്നിട്ട് വാർഡിൽ നിന്ന് ഒരാളെ വിളിച്ചിരുത്തി എഴുതിപ്പിക്കുകയാണ് ചെയ്തത് ഈ പയ്യനെ കൊണ്ട്. അപ്പോൾ അതാ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് നടക്കുന്നുണ്ട്. ഇത് അധികം പ്രായമുള്ള പിള്ളേരൊന്നും അല്ല ശരിക്കും. ഇവരെന്താ ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അറസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതുകൊണ്ട് പോകുന്ന ഇവിടുന്ന് എഴുതിയിട്ട് നേരെ പോവുകയാണ്, നേരെ നീതി മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഷോപ്പിൽ. ഇപ്പോൾ നീതിക്കാരായതുകൊണ്ട് മാത്രമാണ് അവരത് കേഷീറ്റിയും കൊണ്ട് ഒ പി ടിക്കറ്റും കൊണ്ടുവന്ന് നമ്മുടെ അടുത്തോട്ട് സംസാരിക്കുകയും ചെയ്ത്. ബാക്കി എത്ര മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം പ്രിസ്ക്രിപ്ഷൻ ഇവർക്ക് തന്നെ എഴുതിക്കുന്നതാണ്. ആരെ കൊണ്ടെങ്കിലും എഴുതാൻ അറിയാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെ കൊണ്ടെങ്കിലും വഴി ആരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ് ആ കാണുന്ന ഒരു ഫോട്ടോയ്ക്കകത്ത് കണ്ടത്. ശരി. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ OP ടിക്കറ്റുമായി എത്തിയ ആൾക്ക് വേണ്ടത് ഇഞ്ചക്ഷനുള്ള മരുന്നായിരുന്നു. എന്നാൽ 20 ഡോസ് ഇഞ്ചക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതോടെ ഫാർമസിസ്റ്റിന് സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോൾ ടിക്കറ്റ് ഉപേക്ഷിച്ച് ആൾ ഓടി രക്ഷപ്പെട്ടു. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് വ്യക്തമായത്. ഉടൻ തന്നെ തൊടുപുഴ പോലീസിനെ വിവരമറിയിക്കുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെയും ആരെയും പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.